അടുത്ത ദിവസം എൻ്റെ പതിവ് സമയത്ത് ആശ്രമത്തിലെത്തിയ ഞാൻ എൻ്റെ പൂച്ചെണ്ട് മനോവേദനയോടെ യുക്തേശ്വരന് നൽകി. എൻ്റെ വിഷാദഭാവം കണ്ട് അദ്ദേഹം ചിരിച്ചു. മുകുന്ദ, പരീക്ഷയ്ക്കോ മറ്റേതെങ്കിലും കാര്യത്തിനോ നിന്നെ സഹായിക്കുന്നതിൽ ജഗത് പ്രഭു ഉതകാതെ വന്നിട്ടുണ്ടോ? ഇല്ല പ്രഭു, ഞാൻ സന്തുഷ്ടനായി പറഞ്ഞു. കൃതജ്ഞതയുടെ സ്മരണകൾ ഒരു പ്രവാഹം പോലെ എന്നിൽ ഉണർന്നു. മടിയല്ല, ഈശ്വരനിലുള്ള തീഷ്ണമായ അഭിനിവേശമാണ് കലാശാലാ ബഹുമതികൾ തേടുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞത്. എൻ്റെ ഗുരുദേവൻ കാരുണ്യപൂർവ്വം പറഞ്ഞു. അല്പനേരത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം ബൈബിൾ ഉദ്ധരിച്ചു. നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും തേടുക. അങ്ങനെയാണെങ്കിൽ അവയൊക്കെയും കൂടി നിങ്ങൾക്ക് നൽകപ്പെടും. ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ എൻ്റെ ഭാരം ലഘുവായിത്തീരുന്നത് 1000-ാമത്തെ പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടു. കാലയെ കൂടിയുള്ള ഉച്ചയൂണ് കഴിഞ്ഞപ്പോൾ ഞാൻ പന്തിയിലേക്ക് മടങ്ങണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. നിന്റെ സ്നേഹിതൻ രമേശ് ചന്ദ്രദത്ത് ഇപ്പോഴും അവിടെ തന്നെയാണോ താമസം? അതേ പ്രഭു. അവനെ ചെന്ന് കാണുക. പരീക്ഷകളിൽ നിന്നെ സഹായിക്കാൻ ജഗദീശ്വരൻ അവന് പ്രചോദനം നൽകും. ശരി പ്രഭു. പക്ഷേ രമേശ് അസാധാരണമാവിധം തിരക്കിലാണ്. അവനാണ് ക്ലാസ്സിലെ ഒന്നാമൻ. മറ്റുള്ളവരെക്കാൾ ഏറെ പഠിക്കാനുണ്ട് അവന്. ഗുരുദേവൻ എൻ്റെ എതിർപ്പുകൾ തള്ളിക്കളഞ്ഞു. രമേശ് നിനക്ക് വേണ്ടി സമയം കണ്ടെത്തും. നീ ചെല്ലൂ. ഞാൻ പന്തിയിലേക്ക് സൈക്കിളിൽ തിരിച്ചു പോയി. വിടുതി വീട്ടുവളപ്പിൽ ഞാൻ ആദ്യം കണ്ടത് പഠിക്കാൻ ബഹുമിടുക്കനായിരുന്ന രമേശിനെയായിരുന്നു. അവൻ്റെ ദിവസങ്ങൾ ഒരു ജോലിയുമില്ലാതെ സ്വതന്ത്രമായിരുന്നുവെന്ന് തോന്നും വണ്ണം അവൻ സങ്കോചത്തോടെയുള്ള എൻ്റെ അപേക്ഷ സസന്തോഷം സ്വീകരിച്ചു. തീർച്ചയായും ഞാൻ നിനക്ക് എന്തും ചെയ്തു തരാം. അന്നും അടുത്ത ഏതാനും ദിവസങ്ങളിലും അനവധി മണിക്കൂറുകൾ എന്നെ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് അവൻ ചെലവഴിച്ചു. ഇംഗ്ലീഷ് സാഹിത്യ പരീക്ഷയിലെ അനേകം ചോദ്യങ്ങൾ ചൈൽഡ് ഹാരൽഡിൻ്റെ യാത്രാമാർഗത്തെപ്പറ്റിയുള്ളതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നമുക്കുടൻ തന്നെ ഒരു ഭൂപടം സംഘടിപ്പിക്കണമല്ലോ, അവൻ പറഞ്ഞു.